ഹായ് ഫ്രണ്ട്സ്, മനോജ് ഡ്രീം വ്ളോഗ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ചുള്ള 3 തരത്തിൽ വരുന്ന ചിട്ടി ഏതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈക്കാണ് നമ്മൾക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമാറുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലും ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകളാണ്. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എമർജൻസി പെട്ടെന്നുള്ള നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ചേരാൻ പറ്റിയ ചിട്ടിയാണ് ഡിഫോൾട്ട് ചിട്ടി, അതായത് മുടക്ക് ചിട്ടി എന്ന് പറയും. ഇപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് വരുന്ന ഹോസ്പിറ്റൽ കേസ്, അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വരുന്നുള്ള ചെലവുകൾ, ആ ചെലവുകൾക്കൊക്കെ നമുക്ക് ചേരാൻ പറ്റിയ ചിട്ടിയാണ് ഡിഫോൾട്ട് ചിട്ടി. ഒരു വ്യക്തി ചിട്ടി ചേർന്നു, ആ വ്യക്തിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നീട് ആ ചിട്ടി അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ചിട്ടി മറ്റുള്ളവർക്ക്, അതായത് അടയ്ക്കാൻ കഴിയുന്നവർക്ക് ഏറ്റെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മുടക്ക് വരുത്തുന്ന ചിട്ടിനെയാണ് മുടക്ക് ചിട്ടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ചിട്ടികൾ നമ്മുടെ എന്താണോ എമർജൻസി ആവശ്യം, ആ ആവശ്യത്തിന് എത്ര രൂപയാണ് നമ്മൾക്ക് ഫണ്ടിൽ, എത്ര രൂപയാണ് നമുക്ക് വേണ്ടത്, അതിന് അനുയോജ്യമായിട്ടുള്ള ചിട്ടികൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ മുടക്ക് എത്ര മാസം വരുത്തിയിട്ടുണ്ടോ അത്രയും എമൗണ്ട് ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ചിട്ടികൾ പല ഡിനോമിനേഷനുള്ള പല ചിട്ടികളുണ്ട്. അത് 1 ലക്ഷത്തിന്റെ ഉണ്ടാവും, 2ന്റെ ഉണ്ടാവും, 4 ലക്ഷത്തിന്റെ ഉണ്ടാവും, 5ന്റെ ഉണ്ടാവും, 10 ലക്ഷം, അങ്ങനെ പല റേഞ്ചിലുള്ള ചിട്ടി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് വേണം അങ്ങനെയുള്ള ചിട്ടികൾ സെലക്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് 1 ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ നമ്മൾ 2 ലക്ഷത്തിന്റെ ചിട്ടി ചേരേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 2 ലക്ഷത്തിന്റെ ചിട്ടി പറയുന്നത് മാസം 5000 വെച്ച് 40 മാസം അടയ്ക്കുന്ന 2 ലക്ഷത്തിന്റെ ചിട്ടി ഒരു 20 മാസം കഴിഞ്ഞെങ്കിലാണ് നമ്മൾക്കത് നല്ല രീതിയിൽ വിളിച്ചെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നഷ്ടമില്ലാത്തൊരു എമൗണ്ട് വിളിച്ചെടുക്കണമെങ്കിൽ ഏകദേശം 20 മാസമൊക്കെ കഴിയണം. കാരണം ഈ 20 മാസം വരെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ചിട്ടികളൊക്കെ താഴ്ന്നു പോകും. കാരണം അങ്ങനെ താഴ്ത്തി കുളിക്കാൻ അത്യാവശ്യക്കാരുള്ളത് കൊണ്ടാണ് അങ്ങനെ ചിട്ടികൾ പോണത്. ചിട്ടി ഏറ്റെടുക്കുന്ന സമയത്ത് ആ ചിട്ടി എത്ര ഡിഫോൾട്ട് ഉണ്ട് അത്രയും തുക നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം അടയ്ക്കേണ്ടി വരും. അപ്പൊ 2 ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുമ്പോൾ 20 മാസത്തിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് അടയ്ക്കേണ്ടി വരും. കാരണം കിഴിവ് കിട്ടും എങ്കിലും ഏകദേശം പറയണം 1 ലക്ഷത്തിന്റെ അടുത്ത് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ 20 മാസം കഴിഞ്ഞ് ചിട്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് 1,70,000, ചിലപ്പോൾ 1,80,000. അപ്പോഴത്തെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നമുക്ക് ചിട്ടി വിളിച്ചെടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്കിപ്പോ ഒരു ചിട്ടി വേണം. അപ്പൊ നമുക്ക് 1 വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എമൗണ്ട് ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചേരാൻ പറ്റിയ ചിട്ടിയാണ് 30 മാസത്തെ ചിട്ടികൾ, അതുപോലെ 40 മാസത്തെ, അതായത് ഷോർട്ട് പീരീഡ് ചിട്ടി എന്ന് പറയും. അപ്പൊ ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോൾ അത്യാവശ്യക്കാരുടെ വിളി കഴിയുകയും നമുക്ക് കൂടുതൽ സംഖ്യ കിട്ടാനും സാധ്യതയുണ്ട്. വലിയ നഷ്ടമില്ലാത്തൊരു സംഖ്യ വിളിക്കുകയും നമ്മുടെ കാര്യങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ ചിട്ടി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ചിട്ടിയാണ് ലോങ് പീരീഡ് ചിട്ടി, അതായത് 60 മാസം, 80 മാസം, 100 മാസം. ആ റേഞ്ചിൽ വരുന്ന ചിട്ടികൾ പറയുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യമില്ല, ക്യാഷ് പെട്ടെന്നൊന്നും അത്യാവശ്യമില്ല. നമുക്കിപ്പോൾ നറുക്കെടുപ്പിൽ കിട്ടുകയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിട്ടി വിളിയാകുമ്പോൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സംഖ്യ കിട്ടുന്ന സമയത്ത് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന സംഖ്യ നമുക്ക് അത്യാവശ്യം ഇല്ല എങ്കിൽ KSFB തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് നമുക്ക് അതിന് പലിശയും കൂടി കിട്ടുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഡിവിഡൻഡ്, അത് ലോങ് പീരീഡ് ചിട്ടിക്ക് നല്ല രീതിയിൽ ഡിവിഡൻഡും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ വിളിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ പലിശയും കൂടി കിട്ടും. അപ്പൊ നമ്മുടെ ആവശ്യം ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ആവശ്യം വരുന്നതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കണ്ടു. അങ്ങനെ ഒരു 3 രീതിയിൽ, ഒരു 3 കാറ്റഗറിയിൽ ചിട്ടി. ഒന്നാമത്തത് പറഞ്ഞത് നമ്മൾ ഡിഫോൾട്ട് ചിട്ടി, രണ്ടാമത്തത് ഷോർട്ട് പീരീഡ് ചിട്ടി, മൂന്നാമത്തത് ലോങ് പീരീഡ് ചിട്ടി. അത് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് വേണം ഓരോ ചിട്ടികളും നമ്മൾ സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ. അതിന് നമ്മൾ ആദ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വീടിനടുത്തുള്ള ഏതാണോ KSFB ശാഖയുള്ളത് ആ ശാഖയിൽ പോയി നമ്മുടെ ആവശ്യം പറയുക. അപ്പൊ ആ ആവശ്യത്തിനനുസരിച്ചുള്ള ചിട്ടികൾ ഡിനോമിനേഷൻ അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചിട്ടി ചേരാൻ കഴിയും. അങ്ങനെ ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയ നഷ്ടമില്ലാതെ ചിട്ടി വിളിച്ചെടുക്കുകയും നിങ്ങളുടെ ഭാവി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. വേറെ സ്ഥാപനങ്ങളിലൊക്കെ വൻ പലിശയ്ക്ക് ബാധ്യതയുള്ള ഇടപാടുകളൊക്കെ ഇതിലൂടെ ക്ലോസ് ചെയ്യാനും
സാധിക്കും. അങ്ങനെയുള്ള ഒരു ഇടപാടിലേക്ക് അല്ലെങ്കിൽ വൻ പലിശ ബാധ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ട ആവശ്യം വരില്ല. അതേപോലെ തന്നെയാണ് ഡിഫോൾട്ട് ചിട്ടി, അതേപോലെ ഷോർട്ട് പീരീഡ് ചിട്ടികൾ, അതേപോലെ ലോങ് പീരീഡ് ചിട്ടികൾ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ വീഡിയോകളൊക്കെ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി കാണുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.